ഏഴാമത്തെ പാഠം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ ഓൾട്ടർ ചെയ്ത് പ്രോഗ്രാമർ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് ലഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് C++ൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സാധാരണ ഒരു C++ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഫ്ലോ സീക്വൻഷ്യലാണ്. അതായത് ഒരു C++ പ്രോഗ്രാമിലെ ഓരോ വരികളും വരിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിലെ ഓരോ വരികളും വരിയായി പ്രവർത്തിക്കുന്ന ആ ഒരു എക്സിക്യൂഷൻ സ്റ്റൈൽ, ആ ഒരു പ്രവർത്തന രീതിക്കാണ് സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്രമമായിട്ടുള്ള പ്രവർത്തന രീതി. ഒരു പ്രോഗ്രാമിലെ ഓരോ വരികളും ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്നിനു പുറകെ ഒന്നായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു പ്രോഗ്രാം എക്സിക്യൂഷനെയാണ് നമ്മൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. പ്രോഗ്രാമർ ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോഗ്രാമിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയും ചില സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്നിൽ കൂടുതൽ തവണ പ്രവർത്തിപ്പിക്കേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രോഗ്രാമിലെ ചില സ്റ്റേറ്റ്മെൻറ്റുകളെയോ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയോ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒരു നിശ്ചിത ആവൃത്തി നിശ്ചിത തവണ പ്രവർത്തിക്കാനോ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതാണ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ട് വിധത്തിലുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, മറ്റൊന്ന് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അഥവാ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ, അതൊരു റിലേറ്റീവ് എക്സ്പ്രഷൻ ആവാം, റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. അതിൻ്റെ വിലക്കനുസരിച്ച്, ആ എക്സ്പ്രഷന് കിട്ടുന്ന വിലക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിനനുസരിച്ച് പ്രോഗ്രാമിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയോ, തിരഞ്ഞെടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളെയോ പ്രവർത്തിപ്പിക്കുകയോ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ എക്സിക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സിക്യൂഷനിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്ത് അതിനനുസരിച്ച് പ്രോഗ്രാമിനെ എക്സിക്യൂഷൻ ഫ്ലോ അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓൾട്ടർ ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഉദാഹരണമാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഇഫ് വിത്ത് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എൽസ് ഇഫ് ലാഡർ എന്നിവ. ഇതൊക്കെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ കൂട്ടത്തിൽപ്പെടുന്ന, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 4 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++ൽ ഉള്ളത്, അല്ലെങ്കിൽ 4 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് C++ൽ ഉള്ളത്. ഒന്ന് ഇഫ്, മറ്റൊന്ന് ഇഫ് വിത്ത് എൽസ്, ഇനിയും ഒന്ന് എൽസ് ഇഫ് ലാഡർ, മറ്റൊന്ന് സ്വിച്ച്. ഇങ്ങനെ 4 വിധത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് C++ൽ ഉള്ളത്. ഇതിൽ എൽസ് ഇഫ് ലാഡറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞിരുന്നു. എൽസ് ഇഫ് ലാഡർ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ മറ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള ഈഫും ഈഫ് എൽസും സിംഗിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിൽ, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടുള്ള ഈഫ് വിത്ത് എൽസ് എന്നിവ, ഈഫും ഇഫ് എൽസും ഒരൊറ്റ കണ്ടീഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കണ്ടീഷൻ ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷനെ ടെസ്റ്റ് ചെയ്ത് അത് ട്രൂ ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഫോൾസ് ആണെങ്കിൽ ചെയ്യേണ്ട കാര്യം പറയാനാണ് ഈഫും ഇഫ് എൽസ് എന്നീ 2 സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഒന്നിൽ കൂടുതൽ ടെസ്റ്റ് എക്സ്പ്രഷനുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ചെക്ക് ചെയ്ത് അവയിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകളെ ടെസ്റ്റ് ചെയ്ത് അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ ഒരു സമയം ശരിയാവുകയുള്ളൂ. അങ്ങനെയുള്ള കണ്ടീഷൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കണ്ടീഷൻസ് എന്ന് പറയും.
പരസ്പര വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പര പൂരകമായിട്ടുള്ള ഒരു കൂട്ടം വ്യവസ്ഥകൾ, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് കണ്ടീഷൻസ്. അങ്ങനെ പരസ്പര പൂരകമായിട്ടുള്ള ഒരു കൂട്ടം വ്യവസ്ഥകളെ വിലയിരുത്തി അതിൽ ഏത് വ്യവസ്ഥ അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണോ ശരിയാകുന്നത് ആ കണ്ടീഷന് ശരിയാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ, അത്തരം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സഹായിക്കുന്ന, അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാകുമ്പോൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്യുക, ഒരേ സമയം ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ടെസ്റ്റ് ചെയ്യുകയും അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ, ഓരോ കണ്ടീഷനും ശരിയാകുമ്പോൾ ചെയ്യേണ്ട കാര്യം പറയാനും നമ്മെ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ അതിലെ എൽസിഫ് ലാഡറാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും ആകെയുള്ള ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമ്മൾ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ എൽസിഫ് ലാഡറിനെ കുറിച്ച് ഈ പറയുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, ചില എൽസിഫ് ലാഡർ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ചില പ്രോഗ്രാമുകളെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചും എഴുതാം എന്നുള്ളതാണ്. സ്വിച്ചും മറ്റൊരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ C++ൽ 2 മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു പ്രത്യേക വിഭാഗമാണ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനുദാഹരണമാണ് ഒന്ന് എൽസിഫ് ലാഡറും മറ്റൊന്ന് സ്വിച്ചും. സോ ബോത്ത് സ്വിച്ച് ആൻഡ് എൽസിഫ് ലാഡർ ആർ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ദേ ആർ ഓൾസോ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്വിച്ചും എൽസിഫ് ലാഡറും 2 ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതോടൊപ്പം അവ 2 മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ കൂടി പറയാം, ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ, പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ. പരസ്പര വിരുദ്ധം എന്ന് പറയുമ്പോൾ കുറേ കണ്ടീഷനുകൾ തന്നാൽ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ഒരു സമയം ശരിയാവും. അത്തരത്തിലുള്ള ഒരു കൂട്ടം ടെസ്റ്റ് എക്സ്പ്രഷനുകൾ അല്ലെങ്കിൽ കണ്ടീഷനുകളെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടു specify a set of mutually exclusive test expressions and to specify the statement or set of statements to be executed when one of these test expressions is true is called multiple branching statement. ഇതിനെയാണ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എൽസിഫ് ലാഡർ എന്ന മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2 സ്വിച്ചും എൽസിഫ് ലാഡറും രണ്ടും C++ലെ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് ചെയ്യുന്ന ചില പ്രോഗ്രാമുകൾ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചും ചെയ്യാം. എന്നാൽ മറുവശം, അതായത് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളെയും എൽസിഫ് ലാഡർ ഉപയോഗിച്ച് ചെയ്യാം. എന്നാൽ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമുകളും സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം. ഇനി സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സ്വിച്ച് പൊതുവേ പറഞ്ഞാൽ, ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ദ വാല്യൂ ഓഫ് ആൻ എക്സ്പ്രഷൻ ഓർ എ വേരിയബിൾ against a list of integer constants or character constants. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഒരു വേരിയബിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ, ഒരു വേരിയബിളിൻ്റെയോ എക്സ്പ്രഷൻ്റെയോ വിലയെ ഒരു കൂട്ടം ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളുമായി തുടർച്ചയായി താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു എക്സ്പ്രഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെയോ എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റിജർ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എക്സ്പ്രഷൻ ആവാം, അതും അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആവാം. അപ്പോൾ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ വിലയെ ഒരു കൂട്ടം ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളുമായി തുടർച്ചയായി താരതമ്യം ചെയ്ത് നോക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്, ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില, ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ ആണെങ്കിൽ അതിന് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ക്യാരക്ടർ വാല്യൂ ആയിരിക്കും.
ഇതിന് ഒരു കൂട്ടം ആ എക്സ്പ്രഷന് വരാവുന്ന ഒരു കൂട്ടം വിലകളുമായിട്ട് ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളുമായിട്ട് ഒത്തുനോക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് കൊടുത്തിരിക്കുന്നു നോക്കുക. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് എ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ എഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് or a list of integer constants successively. അപ്പോൾ ഒരു എക്സ്പ്രഷൻ അഥവാ വാരിയബിളിൻ്റെ വിലയെ ഒരു കൂട്ടം ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളുമായി തുടർച്ചയായി താരതമ്യം ചെയ്ത് ഒരു തീരുമാനമെടുക്കുന്ന മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് പഠിക്കുക. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ സിൻടാക്സ് കാണാതെ അറിഞ്ഞിരിക്കണം. അതുപോലെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് കൊടുത്തിരിക്കുന്നു നോക്കുക. ഇവിടെ സ്വിച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. പാരന്തസിസിനുള്ളിൽ ഈഫിൻ്റെ പോലെ തന്നെയാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ. ഇപ്പം എൽസി പ്ലാറ്റർ ആണെങ്കിലും തുടങ്ങുന്നത് ഈഫ് വെച്ചിട്ടാണ്. അപ്പോൾ ഈഫിൻ്റെ കൂടെ ഉള്ളതുപോലെ ഇവിടെയും ഒരു എക്സ്പ്രഷൻ പാരന്തസിസിനുള്ളിൽ ഉണ്ടായിരിക്കും. സോ ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് എൻ എക്സ്പ്രഷൻ ഇൻ പാരന്തസിസ്. ഈ എക്സ്പ്രഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റിജർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എക്സ്പ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വാരിയബിൾ ആയിരിക്കും. ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ വാരിയബിൾ ആയിരിക്കും. ഇതിന് വരാവുന്ന വിലകളാണ് ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയും കൊടുത്തിരിക്കുന്നത്. അതായത് കേസ് കോൺസ്റ്റൻറ്റുകൾ എന്ന് പറയും. അപ്പോൾ ഒരു എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷന് വരാവുന്ന മാച്ച് ചെയ്യുന്ന വിലകളുള്ള ആ എക്സ്പ്രഷന് വരാവുന്ന വിലകളുള്ള ഒരു കൂട്ടം കേസ് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷൻ്റെ വില ഇതിലേതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതൊന്നെങ്കിൽ കോൺസ്റ്റൻറ്റ് 1 ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് 2 ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് 3 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് ഒരു സമയം മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആണ് ഇവിടെ. സോ ദി എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ഗെറ്റ് either the value constant 1 or constant 2 or constant 3, and if no value is obtained, ഇവിടെ പറഞ്ഞ ഒരു കോൺസ്റ്റൻറ്റുകളും എക്സ്പ്രഷൻ്റെ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തു പോകും. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ സ്വിച്ച് എന്നുള്ളതൊരു കീവേഡാണ് C++ൽ. ആ സ്വിച്ചിൻ്റെ കൂടെ എല്ലായ്പ്പോഴും പാരന്തസിസിനുള്ളിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. കൂടാതെ സ്വിച്ചിൽ കാണപ്പെടുന്ന സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന മറ്റ് ചില കീവേഡുകളാണ് കേസ്, ബ്രേക്ക്, അതുപോലെ തന്നെ ഡിഫോൾട്ട് എന്നിവ. അപ്പോൾ ഇവിടെ 4 കീവേഡുകൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. അതായത് ഒന്ന് സ്വിച്ചിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില കീവേഡുകളാണ് കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട് എന്നിവ. ഈ 4 കീവേഡുകളും ഉപയോഗിച്ചാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് പരിചയപ്പെടുക. ഒന്ന് സ്വിച്ച് എക്സ്പ്രഷൻ. സിൻടാക്സ് വളരെ സിമ്പിളാണ്. സ്വിച്ച് ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ എന്നത് ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ വാരിയബിളോ അല്ലെങ്കിൽ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ ഓപ്പറേഷനോ ആയിരിക്കും. അതായത് അരിത്തമെറ്റിക് രൂപത്തിൽ ഇൻറ്റിജർ എക്സ്പ്രഷൻ, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ തന്നെ വരുന്ന ഇൻറ്റിജർ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ വാല്യൂ കിട്ടുന്ന തരത്തിലുള്ള എക്സ്പ്രഷനോ ആയിരിക്കും. ഇനി ആ എക്സ്പ്രഷന് മാച്ച് ചെയ്യുന്ന ആ എക്സ്പ്രഷൻ്റെ വിലകളായിട്ട് വരാവുന്ന വാല്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ കേസിൻ്റെയും കൂടെ കൊടുത്തിട്ടുള്ള കോൺസ്റ്റൻറ്റുകൾ. കേസ് കോൺസ്റ്റൻസ് ആണ് ഇതിന് പറയുക, കേസ് കോൺസ്റ്റൻറ്റുകൾ. അപ്പോൾ ഒരു എക്സ്പ്രഷനും കുറേ കേസ് കോൺസ്റ്റൻറ്റുകൾ ഉണ്ടായിരിക്കും. ഇതിൽ എക്സ്പ്രഷൻ്റെ വില ഇതിൽ ഏതെങ്കിലും അറ്റ് എ ടൈം ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ വിൽ മാച്ച് വിത്ത് എനി ഓഫ് ദീസ് കേസ് കോൺസ്റ്റൻസ്. ആൻഡ് ആ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സമയം എക്സ്പ്രഷൻ്റെ വില ഇതിലേതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ്പ്രഷൻ്റെ വില ഒരേ സമയം ഒന്നിൽ കൂടുതൽ കോൺസ്റ്റൻറ്റുകൾ വരില്ല. അതായത് ഒന്നുകിൽ എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 1 ആയിരിക്കും, അപ്പോൾ കോൺസ്റ്റൻറ്റ് 2, കോൺസ്റ്റൻറ്റ് 3 ഒന്നും ആവില്ല. അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് 2 ആണെങ്കിൽ ബാക്കിയുള്ള കോൺസ്റ്റൻറ്റുകളൊന്നും എക്സ്പ്രഷൻ്റെ വിലയായിട്ട് വരില്ല. അപ്പോൾ ഇതിൽ ഏത് കോൺസ്റ്റൻ്റ് ആണോ, കേസ് കോൺസ്റ്റൻറ്റ് ആണോ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്നത്, മാച്ച് ആവുന്നത്, ആ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും ബ്രേക്ക് എന്ന് പറഞ്ഞാൽ മറ്റ് കേസുകളിലേക്ക് പോകാതെ സ്വിച്ചിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യുന്നു. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്, സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റും കഴിയുമ്പോൾ ബ്രേക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അടുത്ത കേസിലേക്ക് പോകും. അപ്പോൾ ഇതിൽ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റുകളും മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. അതായത് പരസ്പര വിരുദ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് സംഭവിക്കുമ്പോൾ മറ്റൊരു കേസ് സംഭവിക്കില്ല. അപ്പോൾ ഇതിൽ ഏത് കേസിൻ്റെ വാല്യൂ ആണോ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണോ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്നത്, ഒത്തുപോകുന്നത്, ആ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ എക്സിക്യൂട്ട് ചെയ്യുകയും ആണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം പ്രോഗ്രാം
ഇവിടെ നിന്ന് ബ്രേക്ക് ആവുന്നു. പ്രോഗ്രാം ബ്രേക്ക് ചെയ്യുക എന്നല്ല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബ്രേക്ക് ആവുന്നു, അതായത് സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് സ്വിച്ച് ബ്ലോക്ക്. സ്വിച്ചിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഈ കേളി ബ്രാക്കറ്റുകളെയാണ് സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. സ്വിച്ചിനകത്ത് കേളി ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിരിക്കുന്ന ഈ കേസ് കോൺസ്റ്റൻറ്റുകളും ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയും കൂടിയാണ് നമ്മൾ സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്വിച്ച് ബ്ലോക്കിന് പുറത്ത് കടക്കാൻ ഓരോ കേസും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് കടക്കാൻ ഓരോ കേസിൻ്റെയും കൂടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതെങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം. അപ്പോൾ സ്വിച്ചിൽ ഉപയോഗിക്കുന്ന കീവേഡുകളാണ് കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട് എന്നിവ. ഇതിൻ്റെ വർക്കിംഗ് ഈ സിൻടാക്സ് വെച്ച് പറയുകയാണെങ്കിൽ ദി എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ഗെറ്റ് എ ക്യാരക്ടർ ഓർ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. സ്വിച്ചിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ പാരന്തസിസിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. അത് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്താൽ ആ എക്സ്പ്രഷൻ വിലയിരുത്തിയാൽ കിട്ടുന്ന ഉത്തരം ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ തന്നെയായിരിക്കണം. അതാണ് ഇവിടെ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ എക്സ്പ്രഷൻ. ഇനി അതും അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആവണമെന്നില്ല, ഇവിടെ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ വാരിയബിൾ ആയാലും മതി. ഒന്നുകിൽ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ വാരിയബിൾ. ഇതാണ് സ്വിച്ചിൻ്റെ കൂടെ എപ്പോഴും എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ എൽസിഫ് ലാഡറിൻ്റെ ഈഫിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷൻ പോലത്തെ എക്സ്പ്രഷനുകളല്ല, റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനുകൾ ഇവിടെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ദിസ് വിൽ കണ്ടെയ്ൻ ഓൺലി, ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വിൽ കണ്ടെയ്ൻ ഓൺലി ഇൻറ്റീജർ എക്സ്പ്രഷൻസ്. എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എക്സ്പ്രഷനുകളും ക്യാരക്ടർ കോൺസ്റ്റൻറ്റുകളും ഇൻറ്റേർണലായിട്ട് ഇൻറ്റീജറായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻറ്റീജർ വില, പോയിന്റ് ഇല്ലാത്ത ഒരു വില കിട്ടുന്ന തരത്തിലുള്ള എക്സ്പ്രഷനുകളാണ്, അല്ലെങ്കിൽ വാരിയബിൾ, പോയിന്റ് ഇല്ലാത്ത വില സൂക്ഷിച്ചിരിക്കുന്ന, ഹോൾ നമ്പർ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇൻറ്റീജർ വാരിയബിളോ ക്യാരക്ടർ വാരിയബിളോ അതുമല്ലെങ്കിൽ ഒരു ഇൻറ്റീജർ എക്സ്പ്രഷനോ ക്യാരക്ടർ എക്സ്പ്രഷനോ ആണ് ഇവിടെ സ്വിച്ചിൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. സോ ഈ സ്വിച്ചിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷൻ, സ്വിച്ചിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? സ്വിച്ചിൻ്റെ സിൻടാക്സ് എഴുതിയിട്ട് വേണം വർക്കിംഗ് പറയാൻ. സ്വിച്ചിൻ്റെ കൂടെ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റോ ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ ലഭിക്കും. ആ എക്സ്പ്രഷൻ്റെ റിസൾട്ടായിട്ട് ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന കോൺസ്റ്റൻറ്റിനെ ഓരോ കേസിലുമുള്ള, സ്വിച്ചിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഓരോ കേസിലും ഉള്ള കോൺസ്റ്റൻറ്റുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നു. The value of the expression given in the switch statement will be matched against a set of constants given in each of the case statements. ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റ്, സ്വിച്ചിനകത്ത് കുറേ കേസ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പ്രഷന് മാച്ച് ചെയ്യുന്ന വിലകളാണ് ഓരോ കേസിലും കൊടുത്തിട്ടുള്ള കോൺസ്റ്റൻറ്റ് 1, കോൺസ്റ്റൻറ്റ് 2, കോൺസ്റ്റൻറ്റ് 3 എന്ന് പറയുന്നത്. എക്സ്പ്രഷന് വരാവുന്ന വിലകളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു വില കോൺസ്റ്റൻ്റ് ആയിരിക്കും എക്സ്പ്രഷൻ്റെ ഒരു സമയത്തെ വില. അപ്പോൾ സോ ദ എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ടു ഗെറ്റ് ആൻ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. സ്വിച്ചിൻ്റെ കൂടെ പാരന്തസിസിലുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ആ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പ്രഷൻ്റെ റിസൾട്ടായി ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ലഭിക്കുന്നു. അങ്ങനെ ലഭിച്ച എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്ത് ലഭിക്കുന്ന ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെ സ്വിച്ചിനുള്ളിൽ ഉള്ള ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലെയും കേസ് കോൺസ്റ്റൻറ്റുമായി താരതമ്യം ചെയ്യുന്നു, മാച്ച് ചെയ്യുന്നു. ഇതിൽ ഏത് കേസ് കോൺസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ ഏത് കേസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള കോൺസ്റ്റൻറ്റിൻ്റെ വിലയാണോ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്നത് അല്ലെങ്കിൽ മാച്ച് ആവുന്നത്, ആ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും ബാക്കി പിന്നീട് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് മൊത്തമായിട്ട് അടുത്ത കേസുകളിലേക്ക് പോകാതെ മൊത്തം സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തു പോവുകയും ചെയ്യുന്നു. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. ഇനി അപ്പം എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 1 ആണെങ്കിൽ ഫസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, അതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അത് മുഴുവൻ ലൈൻ ബൈ ലൈനായിട്ട് വർക്ക് ചെയ്യാൻ ശേഷം ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത കേസുകളിലേക്കൊന്നും പോകില്ല. 2ലേക്കും 3ലേക്കും പോകില്ല. സെക്കൻഡ്, തേർഡ് കേസുകളിലേക്ക് പോകാതെ നേരെ സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്ത് കിടക്കുന്നു പ്രോഗ്രാം കൺട്രോൾ. ഇനി സപ്പോസ് എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 2 ആണെങ്കിൽ അപ്പോൾ സെക്കൻഡ് കേസാണ് എക്സ്പ്രഷന് മാച്ച് ആയിട്ടുള്ള കേസ്. അപ്പോൾ സെക്കൻഡ് കേസ്, അതായത് കോൺസ്റ്റൻറ്റ് 2 വരുന്ന കേസ്, അതിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്തു. ദെൻ പ്രോഗ്രാം കൺട്രോൾ സ്വിച്ച് ബ്രേക്ക് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം സ്വിച്ച് ബ്ലോക്കിൻ്റെ പുറത്ത് പോകും. ഇതാണ് സ്വിച്ചിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഒരു എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷന് മാച്ച് ചെയ്യുന്ന കോൺസ്റ്റൻറ്റുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കുറേ കേസ് സ്റ്റേറ്റ്മെൻറ്റുകളും ആണ് സ്വിച്ചിലുണ്ടാവുക. എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ the expression will be evaluated to get an integer or character constant that will be tested against or matched against a set of constants in each of the case statements. അപ്പോൾ സ്വിച്ചിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷന് വരുന്ന വിലകളുള്ള ഓരോ കേസ് കോൺസ്റ്റൻറ്റും പരിശോധിക്കുന്നു. അപ്പോൾ ഇതിൽ എക്സ്പ്രഷൻ്റെ വിലയായിട്ട് വരുന്ന
വാല്യൂ അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്ന വില കോൺസ്റ്റൻ്റ് ഉള്ള കേസ് ഏതാണോ ആ കേസ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ മാത്രം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേസ് കോൺസ്റ്റൻറ്റ് 1 ആണ് എക്സ്പ്രഷൻ്റെ വാല്യൂ ആയിട്ട് മാച്ച് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 അതൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റുകളാവും, അത് മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം സ്വിച്ച് ബ്ലോക്കിന് പുറത്ത് ബ്രേക്ക് എന്ന് പറയുന്നത് അടുത്ത കേസുകൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പ്രഷൻ്റെ വാല്യൂ ആയിട്ട് കോൺസ്റ്റൻറ്റ് 1 മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത കോൺസ്റ്റൻറ്റ് 2 കോൺസ്റ്റൻറ്റ് 3യിലും അതായത് അടുത്ത കേസുകളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോ കേസും കഴിയുമ്പോൾ ബ്രേക്ക് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സ്വിച്ചിൽ നിന്നാണ് ബ്രേക്ക്, ഒരിക്കലും പ്രോഗ്രാം അവസാനിക്കുന്നില്ല, ആ സ്വിച്ച് ബ്ലോക്കിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തു പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ബ്രേക്ക് ഒരു ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് C++. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഇനി സപ്പോസ് അപ്പോൾ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്തു, ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഈ എക്സ്പ്രഷൻ്റെ വിലയായിട്ട് ഒരു ഇൻറ്റിജറോ ക്യാരക്ടർ കോൺസ്റ്റൻറ്റോ ലഭിക്കുന്നു. ആ വിലയുമായിട്ട് ഒത്തുപോകുന്ന വിലയുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ, സ്വിച്ചിനകത്തുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ ആ കേസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ കേസിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും ബ്രേക്ക് ഉപയോഗിച്ച് അടുത്ത കേസുകളിലേക്ക് പോകാതെ, ആ കേസിന് ശേഷമുള്ള കേസുകളിലേക്ക് പോകാതെ പ്രോഗ്രാം കൺട്രോൾ സ്വിച്ച് ബ്ലോക്കിന് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇങ്ങനെ സ്വിച്ച് അവസാനിപ്പിക്കുന്നു. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഇനി ഇവിടെ എന്തിനാണ് ഒരു ഡിഫോൾട്ട് എന്നുള്ള കേസ്? ഈ ഡിഫോൾട്ട് എന്നുള്ളത് സ്വിച്ചിൽ ഒരിക്കലും നിർബന്ധമില്ല. ഡിഫോൾട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് പറയാം. ദ ഡിഫോൾട്ട് ബ്ലോക്ക് കണ്ടെയ്ൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് നൺ ഓഫ് ദി കോൺസ്റ്റൻസ് given in each of the case statements matches with the expression. അല്ലെ, സ്വിച്ചിലെ എക്സ്പ്രഷന് വരാവുന്ന വിലകളാണ് ഓരോ കേസിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു, ഓരോ കേസ് കോൺസ്റ്റൻറ്റും. അപ്പോൾ ഇതിൽ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്ന കോൺസ്റ്റൻറ്റുകളൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു കേസിലെയും കേസ് കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്നില്ലെങ്കിൽ, മാച്ച് ആവുന്നില്ലെങ്കിൽ, അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഡിഫോൾട്ട് ബ്ലോക്കിൽ പറയുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ the expression is evaluated to get an integer or character constant and it is matched against the constant specified in the case statements. സ്വിച്ചിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷനെ വിലയിരുത്തുമ്പോൾ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ലഭിക്കുകയും അങ്ങനെ ലഭിച്ച കോൺസ്റ്റൻറ്റിനെ സ്വിച്ചിനകത്തുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലും പറഞ്ഞിരിക്കുന്ന കേസ് ബ്ലോക്കിലും പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റൻറ്റുകളുമായിട്ട് മാച്ച് ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. ഓക്കെ, എപ്പോഴാണോ ഒരു താരതമ്യം കണ്ടെത്തുന്നത്, അതായത് എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്ന വിലയുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണോ, എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്ന കേസ് കോൺസ്റ്റൻ്റുള്ള കേസ് ഏതാണോ ആ കേസിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആ കേസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ബ്രേക്ക് വരെയുള്ള എക്സിക്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ അവസാനം വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇഫ് നൺ ഓഫ് ദി കേസ് കോൺസ്റ്റൻറ്റ്സ് മാച്ചസ് വിത്ത് ദി വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ, സ്വിച്ചിലെ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്ന ഒരു കേസ് കോൺസ്റ്റൻറ്റുകളും സ്വിച്ചിനകത്തില്ലെങ്കിൽ ഡിഫോൾട്ട് ബ്ലോക്ക് വർക്ക് ചെയ്യും. അത് ഡിഫോൾട്ട് എന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവയൊന്നും മാച്ച് ആവുന്നില്ലെങ്കിൽ, ഈ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് കേസ് കോൺസ്റ്റൻറ്റ് 1 അല്ല, എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 1 അല്ല, കോൺസ്റ്റൻറ്റ് 2 അല്ല, കോൺസ്റ്റൻറ്റ് 3 അല്ല, ഇവിടെ പറഞ്ഞ ഒരു 4 കേസ് ഉപയോഗിക്കുക. 4 കേസ് കഴിഞ്ഞിട്ട് ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 കേസ് കോൺസ്റ്റൻറ്റുകളും എക്സ്പ്രഷൻ്റെ വിലയായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഡിഫോൾട്ട് കഴിഞ്ഞാൽ ബ്രേക്ക് ആവശ്യമില്ല. ഓക്കെ, ബാക്കി ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് ആവശ്യമില്ല. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെയ്ൻസ് ആൻ എക്സ്പ്രഷൻ that is evaluated to get an integer or character constant and it will be matched against a set of constants in each of the case blocks. ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലും പറഞ്ഞിരിക്കുന്ന each of the case statements. അപ്പോൾ സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ എക്സ്പ്രഷനെ വിലയിരുത്തുമ്പോൾ ഒരു ഇൻറ്റിജർ അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ലഭിക്കുകയും അങ്ങനെ ലഭിക്കുന്ന ക്യാരക്ടർ കോൺസ്റ്റൻറ്റിനെ അല്ലെങ്കിൽ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റിനെയോ സ്വിച്ചിലെ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലുമുള്ള കോൺസ്റ്റൻറ്റുകളുമായിട്ട്, ഓരോ കേസിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റുകളുമായിട്ട് ഒത്തുനോക്കുകയും ചെയ്യുന്നു. ഇതിൽ ഇങ്ങനെ ഒത്തുനോക്കുമ്പോൾ ഏത് കേസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള കോൺസ്റ്റൻ്റ് ആണോ സ്വിച്ചിലെ എക്സ്പ്രഷനുമായിട്ട് ഈ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ആവുന്നത്, ഒത്തുപോകുന്നത്, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും
ബ്രേക്ക് വരെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും ആ കേസ് സ്റ്റേറ്റ്മെൻറ്റിലെ ബ്രേക്ക് വരെയുള്ള ആ കേസ് ബ്ലോക്കിലെ കേസിലുള്ള ബ്രേക്ക് വരെയുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും അതിനുശേഷം പ്രോഗ്രാം കൺട്രോൾ സ്വിച്ച് ബ്ലോക്കിന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. ഇനി ഇതിലെന്താണ് ഡിഫോൾട്ട്? അപ്പോൾ ഇതിൽ എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 1 ആണെങ്കിൽ ഒന്നുകിൽ എക്സ്പ്രഷൻ്റെ വില ഒരു സമയം ഒന്നുകിൽ കോൺസ്റ്റൻറ്റ് 1 ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് 2 ആയിരിക്കും, എല്ലാം കൂടി ആവില്ല, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് 3 ആയിരിക്കും. ഇനി എത്ര കേസും ബാക്കി താഴേക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് ആയിരിക്കും. If the value of the expression is constant 1, then the statement block 1 will be executed and program control will go out of the switch block. എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 1 ആണെങ്കിൽ ഫസ്റ്റ് കേസ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് സ്റ്റേറ്റ്മെൻറ്റിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ മാത്രം പ്രവർത്തിക്കുകയും ബ്രേക്ക് വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുകയും സ്വിച്ച് അവസാനിക്കുകയും ചെയ്യും. സ്വിച്ചിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞാൽ സ്വിച്ച് അവസാനിക്കും, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കും. ഇനി സപ്പോസ് എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 2 ആണ്, കോൺസ്റ്റൻറ്റ് 1 അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ വില കോൺസ്റ്റൻറ്റ് 2 ആണെങ്കിൽ അപ്പോൾ സെക്കൻഡ് കേസാണ് എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്ന കേസ്. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ സ്കിപ്പ് ചെയ്തു. ഫസ്റ്റ് കേസ് സ്കിപ്പ് ചെയ്തു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആവാം, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളാവും, അത് എക്സിക്യൂട്ട് ചെയ്യുകയും ബ്രേക്ക് ആവുകയും ചെയ്യുന്നു. സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ആവുന്നു. അതായത് സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്ന ബ്രേക്ക് വരെയുള്ള കാര്യങ്ങൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത കേസിലേക്ക് പോകുന്നില്ല. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കേസ് 3ലേക്ക് പോകാതെ നേരെ സ്വിച്ചിൻ്റെ പുറത്ത് വരുന്നു. സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് സ്വിച്ച് ബ്ലോക്ക്. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ സ്വിച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്ത് ഈ സ്വിച്ചിൻ്റെ കൂടെ കേളി ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് സ്വിച്ച് ബ്ലോക്ക് എന്നത്. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്നത്. ഈ അങ്ങനെ ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലും കൊടുത്തിരിക്കുന്ന കോൺസ്റ്റൻറ്റുകളുമായിട്ട് സ്വിച്ചിലെ എക്സ്പ്രഷൻ്റെ വിലയെ ഒത്തുനോക്കുകയും ഏത് കേസിലെ കോൺസ്റ്റൻ്റ് ആണോ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് ഒത്തുപോകുന്നത് ആ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുകയും ബാക്കിയുള്ള കേസുകളിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം സ്കിപ്പ് ചെയ്യുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി എക്സ്പ്രഷൻ്റെ വില ഒരു കേസ് കോൺസ്റ്റൻറ്റുമായിട്ടും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ, ഒത്തുപോകുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിഫോൾട്ട് ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇഫ് നൺ ഓഫ് ദി കേസ് കോൺസ്റ്റൻസ് മാച്ചസ് വിത്ത് ദി വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ given in the switch statement, then the default block will be executed and there is no break for default statement. ഡിഫോൾട്ട് കഴിഞ്ഞാൽ ഡിഫോൾട്ടിനെ ബ്രേക്ക് വെച്ച് അവസാനിപ്പിക്കണമെന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ സ്വിച്ചിൻ്റെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് വിശദീകരിക്കുന്ന ഒരു എക്സാമ്പിൾ സ്വിച്ച് ഉപയോഗിച്ചുള്ള ഒരു ചെറിയ പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം നെയിം സ്പേസ് STD ഇൻ മെയിൻ. ഇവിടെ ഈ പ്രോഗ്രാം ഒരു ദിവസം ഇൻപുട്ടായി എടുത്ത് ആഴ്ചയിൽ 7 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 6. ഈ പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ 1നും 7നും ഇടയ്ക്കുള്ളൊരു സംഖ്യ എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന സംഖ്യ 1നും 7നും ഇടയ്ക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സംഖ്യ ഡേ എന്ന് പറയുന്ന വാരിയബിൾ സ്റ്റോർ ചെയ്യും. ഇനി ആ വാരിയബിൾ ഇപ്പോൾ നോക്കൂ, ഇവിടെ ഈ ഡേ എന്നതൊരു ഇൻറ്റീജർ വരും. നേരത്തെ പറഞ്ഞത് ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ വാരിയബിളോ എക്സ്പ്രഷനോ ആണ് സ്വിച്ചിൻ്റെ കൂടെ എപ്പോഴും എക്സ്പ്രഷനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്വിച്ചിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻറ്റീജർ വാരിയബിൾ ദാറ്റ് ഈസ് ഡേ. ഡേ എന്ന ഇൻറ്റീജർ വാരിയബിളിനെയാണ് ഇവിടെ സ്വിച്ചിൻ്റെ കൂടെ എക്സ്പ്രഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡേക്ക് വരാവുന്ന വിലകളാണ് ഈ എക്സ്പ്രഷന് വരാവുന്ന വില. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡേ എന്നുള്ള ഇൻറ്റീജർ വാരിയബിൾ. ഈ വാരിയബിളിന് വരാവുന്ന വിലകളാണ് ഈ സ്വിച്ചിനകത്തുള്ള ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റിലും വന്നിട്ടുള്ള ഓരോ കേസ് കോൺസ്റ്റൻറ്റുകൾ. കോൺസ്റ്റൻറ്റ് കേസ് 1 എന്ന് പറയുന്നത് ഡേയുടെ വില 1 ആണെങ്കിൽ കേസ് 1 എക്സിക്യൂട്ട് ചെയ്യും. സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അടുത്ത കേസുകളിലേക്ക് പോവില്ല. ഇനി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 2 എന്നാണെങ്കിൽ അപ്പോൾ ഡേയുടെ വില 2 എന്നായിരിക്കും. അപ്പോൾ ഡേ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്ന കേസ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് കേസാണ്, അതായത് കേസ് 2 ആണ്. ഡേയുടെ വില 2 ആകുമ്പോൾ ആ വിലയുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് കേസ്, അതായത് ഈ കേസാണ്. അപ്പോൾ ഈ കേസ് സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്യുന്നു. പ്രോഗ്രാം നേരെ ഈ കേസ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. അപ്പോൾ ആ കേസ് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് കേസിൽ സി ഔട്ട് മൺഡേ എന്ന് പറഞ്ഞാൽ മൺഡേ എന്ന് സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞാൽ സ്വിച്ചിൻ്റെ പുറത്ത് പോകും. അങ്ങനെ ഇതിൽ ഓരോ തവണ ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോഴും ഓരോ കേസ് സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യും. അതായത് ഈ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്ന കേസ് കോൺസ്റ്റൻറ്റ് ഏതാണോ ആ കേസ് കോൺസ്റ്റൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കുകൾ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രോഗ്രാം കൺട്രോൾ സ്വിച്ചിൽ നിന്ന് പുറത്തു. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ പിന്നെ നമ്മൾ 4ാമത്തെ ദിവസമാണ് പ്രോഗ്രാം റൺ ചെയ്യുന്നതെങ്കിൽ
ഡേ ഓഫ് ദ വീക്കായിട്ട് 4 വരും. അപ്പോൾ വെനസ്ഡേ, അപ്പോൾ വെനസ്ഡേ ആണ് പ്രോഗ്രാം റൺ ചെയ്യുന്നത്. നമ്മൾ 4 എന്ന് കൊടുക്കും ഇൻപുട്ടായിട്ട്. അപ്പോൾ 4 എന്ന് കൊടുത്താൽ ഡേയുടെ വില 4 മാച്ച് ചെയ്യുന്ന കേസ് 4ാമത്തെ കേസാണ്. അപ്പോൾ വെനസ്ഡേ എന്ന് പ്രിൻ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്യുന്നു, സ്വിച്ച് അവസാനിക്കുന്നു. അങ്ങനെ 7 ദിവസവും. ഓക്കെ, ഇനി നമ്മൾ 8 ഒരു ദിവസം ഇൻപുട്ടായിട്ട് എൻ്റർ ദ ഡേ, എൻ്റർ എ നമ്പർ ബിറ്റ്വീൻ 1 and 7 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രോഗ്രാം എൻട്രി റൺ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് 7 മുകളിലേക്കുള്ള ഏത് നമ്പർ ആയാലും ഇതെന്ത് സംഭവിക്കും? ഈ ഡേയുടെ വില സപ്പോസ് 7 മുകളിലുള്ള ഒരു നമ്പർ കൊടുത്താൽ, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഇൻപുട്ടായിട്ട് 8 എന്ന് കൊടുത്താൽ ഈ 8 എന്ന വില വരുന്ന ഒരു കേസ് കോൺസ്റ്റൻറ്റും ഇവിടെ ഇല്ല. എല്ലാം 1 മുതൽ 7 വരെ 7 കേസ് കോൺസ്റ്റൻറ്റുകളേ ഉള്ളൂ, 7 കേസുകളേ ഉള്ളൂ. അപ്പോൾ എക്സ്പ്രഷൻ്റെ വിലയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒത്തുപോകുന്ന ഒരു കേസ് കോൺസ്റ്റൻറ്റുകളും സ്വിച്ചിനകത്ത് ഇല്ലെങ്കിൽ ഡിഫോൾട്ട് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അതായത് ഇവിടെ റോങ് ഇൻപുട്ട് എന്ന് പ്രിൻ്റ് ചെയ്യും, പ്രോഗ്രാം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കും. ഇതാണ് സ്വിച്ചിൻ്റെ വർക്കിംഗ്. ഇനി ഈ സ്വിച്ച് നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് വേറെ സ്വിച്ചിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം, ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി. അപ്പോൾ സ്വിച്ചും എൽസിഫ് ലാഡറും രണ്ടും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്, രണ്ടും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളുമാണ്. ഓക്കെ, പക്ഷേ രണ്ടും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സ്വിച്ചും എൽസിഫ് ലാഡറും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിൽ രണ്ടും 2 വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്ന മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ C++ൽ എല്ലാ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റുകളെയും എൽസിഫ് ലാഡർ ഉപയോഗിച്ച് മാറ്റാം. പക്ഷേ എല്ലാ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാമുകളെയും സ്വിച്ച് ഉപയോഗിച്ച് എഴുതാൻ കഴിയില്ല ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ പ്രോഗ്രാമുകളും മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുന്ന എല്ലാ പ്രോഗ്രാമുകളെയും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് എഴുതാൻ കഴിയില്ല. എന്നാൽ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും എഴുതാം. അതാണ് സ്വിച്ചും എൽസിഫ് ലാഡറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എത്തരത്തിലുള്ള കണ്ടീഷനുകളാണ് നമ്മൾ കണ്ടീഷൻ വരുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വിച്ചും എൽസിഫ് ലാഡറും രണ്ടും C++ലെ 2 മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. രണ്ടിൻ്റെയും വർക്കിംഗ് ഓർഡർ അല്ലെങ്കിൽ വർക്കിംഗ് സ്റ്റൈൽ വ്യത്യസ്തമാണ്. രണ്ടിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ വ്യത്യസ്തമാണ്, എക്സിക്യൂഷൻ സ്റ്റൈൽ വ്യത്യസ്തമാണ്. രണ്ടിനകത്ത് ഉപയോഗിക്കുന്ന കീവേഡുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ സ്വിച്ചിൻ്റെ അകത്ത് ആ വ്യത്യാസങ്ങൾ ഇവിടെ ഇതിൽ ലാസ്റ്റ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ ഈ ടെക്സ്റ്റിൽ ലാസ്റ്റ് ഒരു ടേബിൾ വരച്ച് കൊടുത്തിട്ടുണ്ട്, സ്വിച്ചും എൽസിഫും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അതൊന്ന് നോക്കുക. ഓക്കെ, സ്വിച്ചിനകത്ത് ഉപയോഗിക്കുന്ന കീവേഡുകളാണ് കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട് എന്നിവ. എന്നാൽ ഈ കീവേഡുകളൊന്നും തന്നെ എൽസിഫ് ലാഡറിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, എൽസിഫ് ലാഡറിൽ ഉപയോഗിക്കുന്നത് ഈഫ് വെച്ചാണ് എൽസിഫ് ലാഡർ തുടങ്ങുന്നത്. അതിനുശേഷം ഓരോ കണ്ടീഷനുകൾ നമ്മൾ ഓരോ എൽസിഫുകളുടെ കൂടെ പറയുന്നു, ബ്രാക്കറ്റിനകത്ത് പറയുന്നു, പാരന്തസിസിനുള്ളിൽ പറയുന്നു. അവസാനിപ്പിക്കുന്നത് എൽസ് വെച്ചാണ്, എൽസിഫ് ലാഡർ അവസാനിക്കുന്നത് എൽസ് വെച്ചാണ്. അപ്പോൾ സ്വിച്ച് അവസാനിക്കുന്നത് ഡിഫോൾട്ട് വെച്ചാണ്, എൽസിഫ് ലാഡർ അവസാനിക്കുന്നത് എൽസ് എന്ന കീവേഡ് വെച്ചുകൊണ്ടാണ്. ഇതൊക്കെ സ്വിച്ചും എൽസിഫ് ലാഡറും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളാണ്. പ്രധാനപ്പെട്ട മറ്റൊരു വ്യത്യാസം, രണ്ടും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നമുക്ക് എൽസിഫ് ലാഡർ ഉപയോഗിച്ച് എല്ലാ തരത്തിലുള്ള കണ്ടീഷനുകളും ചെക്ക് ചെയ്യാം. എന്നാൽ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇക്വാളിറ്റി കണ്ടീഷൻ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതാണ് ഇവിടെ പറയുന്നത്, കണ്ടീഷൻസ് ദാറ്റ് ഇൻവോൾവ് ഓൺലി ഇക്വാളിറ്റി ചെക്കിങ്. അതായത് ഒരു വേരിയബിളിൻ്റെ വില അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ്റെ വില ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന അതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള, അപ്പോൾ ഇതാണോ എന്ന് തുല്യമാണോ എന്ന രൂപത്തിലുള്ള കണ്ടീഷനുകൾ മാത്രമേ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് പ്രോഗ്രാമായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കണ്ടീഷൻസ് ഇൻവോൾവ് ഓൺലി ഇക്വാളിറ്റി ചെക്കിങ്. ഓക്കെ, അപ്പോൾ സ്വിച്ചിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന കണ്ടീഷനുകളൊക്കെ ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷനുകളാണെന്ന് പറയും. ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ്റെ വിലയായിട്ട് കൃത്യമായിട്ടൊരു ഇൻറ്റീജർ ലഭിച്ചിരിക്കണം. നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമുകൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഡേ ആണ് അവിടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ ഒരു ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ, കാരണം ആ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് 1 to 7 വരെയുള്ള ഏതെങ്കിലും ഇൻറ്റീജറാണ്. അങ്ങനെ കൃത്യമായിട്ടൊരു വില. അപ്പോൾ അതിൻ്റെ അർത്ഥം എൽസിഫ് ലാഡറിൽ ഉപയോഗിക്കുന്ന പോലെ റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനുകൾ ഒരു കാരണവശാലും സ്വിച്ചിനകത്ത് എക്സ്പ്രഷനായിട്ട് ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. സോ വി കനോട്ട് യൂസ് റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ ആസ് ദി ടെസ്റ്റ് എക്സ്പ്രഷൻ ഇൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. പക്ഷേ എൽസിഫിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ സ്വിച്ചിൽ ഉപയോഗിക്കുന്ന ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ നമുക്ക് ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ച്, റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച്, എൽസിഫ് ലാഡർ ഉപയോഗിച്ചും എഴുതാം. അത് മനസ്സിലാക്കുക. അതാണ് അതിൽ കൂടുതൽ വിശദമായിട്ട് അടുത്ത പിന്നെ ഈ ചാപ്റ്ററിൻ്റെ തുടർച്ച തന്നെയാണ് ഇനി +2 വരുന്നത്. ആദ്യത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അതിൽ പറയാം.
എൽസിഫ് ലാഡറും സ്വിച്ചും തമ്മിൽ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. സ്വിച്ചും എൽസിഫും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ നോക്കുക. ഒന്ന്, സ്വിച്ച് ഉപയോഗിക്കുന്നത് ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു വാരിയബിളിൻ്റെ വില, ഒരു കൃത്യവില ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള കണ്ടീഷൻ, തുല്യത കണ്ടീഷനുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന കണ്ടീഷൻ മാത്രം, റിലേഷണൽ എക്സ്പ്രഷൻസ് മാത്രം ഉപയോഗിക്കുന്ന അത്തരം ടെസ്റ്റ് എക്സ്പ്രഷൻസ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നൊരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ അതല്ലാതെയുള്ള മറ്റ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ തുടങ്ങിയ ഓപ്പറേറ്ററുകൾ ഉൾപ്പെടുന്ന ടെസ്റ്റ് എക്സ്പ്രഷനുകളും ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ പറ്റുന്ന, അവയും ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ് എൽസിഫ് ലാഡർ. ഇതാണ് എൽസിഫും സ്വിച്ചും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. വീണ്ടും ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓപ്പറൻറ്റ് ഇൻ ഓൾ ദി ഇക്വാലിറ്റി എക്സ്പ്രഷൻസ് ഷുഡ് ബി ദ സെയിം വാരിയബിൾ ഓർ എക്സ്പ്രഷൻ. ഇൻറ്റിജർ ഇക്വാളിറ്റി കണ്ടീഷൻസ് മാത്രമേ സ്വിച്ചിൻ്റെ കൂടെ എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കാവൂ. ഇനി അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻറ്റിജർ എക്സ്പ്രഷൻ, ഇക്വാളിറ്റി എക്സ്പ്രഷനുകളിൽ, സ്വിച്ചിൽ വരുന്ന ഓരോ ഇക്വാളിറ്റി എക്സ്പ്രഷനുകളിലും പിന്നെ ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ഒരു കോൺസ്റ്റൻ്റ്, ഒരു വാരിയബിളോ എക്സ്പ്രഷനോ ആയിരിക്കണം. ആ സ്വിച്ചിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഓഫ് ദി ഇക്വാളിറ്റി എക്സ്പ്രഷൻ ഇൻ ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി എയ്തർ എ വാരിയബിൾ ഓർ ആൻ എക്സ്പ്രഷൻ. മറ്റൊരു കണ്ടീഷൻ സ്വിച്ച് ഉപയോഗിക്കാൻ വേണ്ടുന്ന ഒരു വ്യവസ്ഥ ഇതാണ്. ദ സെക്കൻഡ് ഓപ്പറൻറ്റ് ഇൻ ദ എക്സ്പ്രഷൻസ് ഷുഡ് ബി, സ്വിച്ചിൽ ഉപയോഗിക്കുന്ന എല്ലാ ഒരു എക്സ്പ്രഷൻ്റെ ആ എക്സ്പ്രഷൻ്റെ വരാവുന്ന വിലകൾ എന്ന് പറയുന്നത് ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്വിച്ച് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ അല്ലാത്ത മറ്റ് കണ്ടീഷനുകളായിട്ടുള്ള ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആൻഡ്, ഓർ എന്നീ ലോജിക്കൽ ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള മറ്റ് കണ്ടീഷനുകളും ഉൾപ്പെടെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന, അതും ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എൽസിഫ് ലാഡർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗം എൽസിഫ് ലാഡറിനാണ്. ചില സമയങ്ങളിൽ ഇൻറ്റീജർ ഇക്വാളിറ്റി എക്സ്പ്രഷനാണ് ടെസ്റ്റ് കണ്ടീഷൻ എന്നുണ്ടെങ്കിൽ, ഒരു ഇൻറ്റീജർ ഇക്വാളിറ്റി എക്സ്പ്രഷനാണ് നമ്മൾ എൽസിഫിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒന്നുകിൽ എൽസിഫ് ലാഡർ ഉപയോഗിച്ച് അത് എഴുതാം, ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ച്. അതായത് ഇപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ പ്രോഗ്രാം തന്നെ പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻറ്റീജർ ഇക്വാളിറ്റി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവേണ്ട, ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്താൽ ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടുന്ന അത്തരത്തിലുള്ള എക്സ്പ്രഷനുകളാണ് ഇൻറ്റീജർ ഇക്വാളിറ്റി എക്സ്പ്രഷൻസ്. ഇവിടെ ഡേ ഈസ് ദ എക്സ്പ്രഷൻ, സ്വിച്ചിൻ്റെ കൂടെയുള്ള എക്സ്പ്രഷൻ ഒരു ഇൻറ്റീജർ ഇക്വാളിറ്റി എക്സ്പ്രഷനാണ്. കാരണം ആ എക്സ്പ്രഷൻ ഒരു ഇൻറ്റീജർ വാരിയബിളാണ് ഡേ. അതിൻ്റെ വില എന്ന് പറയുന്നത് കുറേ ഇൻറ്റീജർ കോൺസ്റ്റൻറ്റുകളാണ്, 1 മുതൽ 7 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ്. അത്തരത്തിൽ ഒരു കൃത്യമായി ഒരു ഇൻറ്റീജർ കോൺസ്റ്റൻറ്റ് വിലയായി ലഭിക്കുന്ന എക്സ്പ്രഷനുകളെയാണ് ഇൻറ്റീജർ ഇക്വാളിറ്റി എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അത്തരം എക്സ്പ്രഷൻസ് മാത്രമേ സ്വിച്ചിൻ്റെ കൂടെ നമുക്ക് ടെസ്റ്റ് എക്സ്പ്രഷനായിട്ട് ഉപയോഗിക്കാവൂ. എന്നാൽ എൽസിഫ് ലാഡറിൽ അങ്ങനെയില്ല. എൽസിഫ് ലാഡറിൽ ഈഫിൻ്റെയും എൽസിഫുകളുടെയും കൂടെ നമുക്ക് എല്ലാ തരത്തിലുമുള്ള ടെസ്റ്റ് എക്സ്പ്രഷനുകളും ഉപയോഗിക്കാം. ഇൻറ്റീജർ ഇക്വാലിറ്റി എക്സ്പ്രഷൻ ഉപയോഗിക്കാം, അതുകൂടാതെ മറ്റ് ടെസ്റ്റ് എക്സ്പ്രഷനുകളായിട്ടുള്ള റിലേഷണൽ എക്സ്പ്രഷനുകളും ലോജിക്കൽ എക്സ്പ്രഷനുകളും ആൻഡ്, ഓർ, നോട്ട് എന്നിവയൊക്കെ അടങ്ങുന്ന പിന്നെ എക്സ്പ്രഷനുകളും നമുക്ക് എൽസിഫ് ലാഡറിന് കൂടെ ഉപയോഗിക്കാം. കാരണം എൽസിഫും സ്വിച്ചും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾ രണ്ടും മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, രണ്ട് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ്, രണ്ടിൻ്റെയും വർക്കിംഗ് വ്യത്യസ്തമാണ്. എൽസിഫ് ലാഡറും സ്വിച്ചും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റാണ്, പക്ഷേ രണ്ടിൻ്റെയും വർക്കിംഗ് സ്റ്റൈൽ വ്യത്യസ്തമാണ്. എൽസിഫ് ലാഡർ ഉപയോഗിക്കുന്ന എല്ലാ സ്വിച്ചുകളെയും നമുക്ക് എൽസിഫ് ലാഡർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് മാറ്റി എഴുതാം. പക്ഷേ എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റിനെ, എല്ലാ എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റിനെയും നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് മാറ്റി എഴുതാൻ പറ്റില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. All ELSIF ladders cannot be replaced by switch statement, but all switch statements can be replaced by ELSIF ladder statements. Okay, അതാണ് ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ വരുന്ന അത്തരത്തിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻസ് ഉപയോഗിച്ചുള്ളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ മാത്രമേ, അതായത് ഇൻറ്റീജർ ഇക്വാളിറ്റി കണ്ടീഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം എഴുതുമ്പോഴാണ് നമ്മൾ ഒന്നുകിൽ നമുക്ക് സ്വിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എൽസിഫ് ലാഡർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറയാനുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇതാണ് ആ ടേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്വിച്ചും എൽസിഫ് ലാഡറും തമ്മിലുള്ള കമ്പാരിസൺ